അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ടയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ജില്ലയുടെ മലയോര മേഖലകളിലേക്ക് രാത്രി യാത്രയ്ക്ക് വിലക്കുണ്ട്. 19 മുതൽ 23 വരെ രാത്രി 7 മണിക്ക് ശേഷമാണ് യാത്രാ നിരോധനം. ക്യാമ്പുകൾ സജ്ജമെന്നും ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മിഥുൻ മുരളി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, കഴിഞ്ഞ ദിവസവും വേനൽ മഴയിൽ പത്തനംതിട്ട ശക്തമായ മഴയ്ക്ക് സാക്ഷ്യം വഹിച്ചതാണ്. ഇനി മഴയുമായി ബന്ധപ്പെട്ട് കാലവർഷം ഉടനെ എത്താനിരിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ അതിന്യൂന മർദ്ദം ഉണ്ടാകും ഉള്ള സാധ്യതയുമുണ്ട്. മുന്നൊരുക്കങ്ങളാണോ ഇപ്പോൾ? കഴിഞ്ഞ ദിവസങ്ങളിൽ യെല്ലോ അലർട്ട് ആയിരുന്നു ജില്ലയിൽ ഉണ്ടായിരുന്നത്. അതിതീവ്രമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ്. നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലയിൽ. ഇന്ന് ഓറഞ്ച് അലർട്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിശക്തമായ മഴ തന്നെയായിരുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. പ്രധാനമായും ജില്ലയിൽ മഴ കെടുതികൾ ബാധിക്കുന്ന പ്രദേശങ്ങൾ റാന്നി, കോന്നി, ആറന്മുള തുടങ്ങിയ പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളിലേക്കൊക്കെ ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതടക്കമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. റാന്നി, കോന്നി മേഖലകളിലെ ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഈ ഭാഗങ്ങളിൽ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിക്കുന്നുണ്ടായിരുന്നു. ഗവി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ മേഖലകളിലേക്കുള്ള രാത്രി യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 19-ാം തീയതി മുതൽ 23-ാം തീയതി വരെയാണ് ഈ മേഖലകളിലേക്ക് രാത്രി യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാത്രി 7 മണിക്ക് ശേഷമുള്ള യാത്രയാണ് നിരോധിച്ചിരിക്കുന്നത്. ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഈ കഴിഞ്ഞ നാളുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സമയം കൂടിയായിരുന്നു. ഈ അവധിക്കാലം അവസാനിക്കാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ വിവിധ പത്തനംതിട്ടയുടെ മലയോര വിനോദസഞ്ചാര മേഖലകളിലേക്കൊക്കെ ആളുകൾ കൂട്ടത്തോടെ എത്തുന്ന ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ ഇനി ആളുകൾക്ക് രാത്രി യാത്രയ്ക്ക് ഉൾപ്പെടെ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് ജില്ലാ ഭരണകൂടം കടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ക്വാറികളുടെ പ്രവർത്തനവും ഈ ദിവസങ്ങളിൽ നിരോധിച്ചിട്ടുണ്ട്. 19 മുതൽ 23 വരെ ദിവസങ്ങളിലാണ് കടുത്ത നിയന്ത്രണം ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ജില്ല വിട്ടുപോകരുതെന്ന കർശന നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ മഴയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള കെടുതികളൊക്കെ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗവും നിലവിൽ കളക്ടറേറ്റിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്.